ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യം തന്നെയാണിത്. ഏറ്റവും എളുപ്പമുള്ളതും അതേസമയം ഏറ്റവും ദുർഘടമായതുമായ ഒരു കാര്യമാണ്. എല്ലാത്തിനെയും നമുക്ക് നന്നാക്കാൻ കഴിയും. ചീത്തയായ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ നന്നാക്കാൻ എക്സ്പെർട്ടായ ആൾക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അതത് നന്നായിരിക്കും, നന്നാക്കാനും കഴിയും. എന്നാൽ മനുഷ്യ മനസ്സുകളെ നന്നാക്കാൻ ഈ ഭൂലോകത്ത് ആർക്കും കഴിയില്ല എന്ന് തന്നെ തീർച്ചപ്പെടുത്താം. എന്നാലും അതിലുമുണ്ട് മനുഷ്യ മനസ്സിനെ നന്നാക്കാൻ കഴിവുള്ള ഒരുപാട് കാര്യങ്ങളും സംഭവങ്ങളുമുണ്ട്. ഏത് പ്രധാന കാര്യത്തിനും അടിസ്ഥാനം അവനവൻ്റെ മനസ്സ് തന്നെയാണ്. ഓരോ പ്രാവശ്യവും നമ്മൾ നന്നാക്കാൻ ശ്രമിക്കും തോറും അത് കൂടുതൽ ചീത്തയായിക്കൊണ്ടേയിരുന്നാൽ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരാൾക്ക് നല്ലതെന്ന് തോന്നുന്ന ഒരു കാര്യം വേറൊരാൾക്ക് ചീത്തയായിട്ട് തന്നെ തോന്നുകയുള്ളൂ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. അപ്പം ഇതിൽ നന്മയും തിന്മയും ഉള്ളതിൽ നന്മ മാത്രം മതി എന്ന് വിചാരിക്കുന്നത് ഏറ്റവും ശുദ്ധകരമായ കാര്യം. അതുപോലെ തന്നെ നമ്മുടെ ശരീരം മറയ്ക്കാതെ അവിടെ മുറിച്ച് കീറിയിട്ട് അല്ലെങ്കിൽ ചെറിയ വസ്ത്രവും ഇട്ട് ധരിക്കുന്ന ഒരുപാട് ആൺകുട്ടികളും പെൺകുട്ടികളും ഉണ്ട്. പെൺകുട്ടികളുടെ എണ്ണമാണ് കൂടുതൽ. അവരത് വിചാരിക്കുന്നത് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നാണ്. ഏത് വസ്ത്രവും ധരിക്കാനുള്ള അവകാശം അവർക്കുണ്ട് എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇതിലൂടെ അവർക്ക് വരുന്ന നാശവും ദുരിതവും ദുഃഖവും വേദനയും അവർ തന്നെ മനസ്സിലാക്കുന്നില്ല. ഏതെങ്കിലും ഒരു തരത്തിൽ അപകടത്തിൽ പെട്ടുപോയാൽ അവരനുഭവിക്കുന്ന വേദന, അവരുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന വേദനയൊക്കെ വളരെ വലുതാണ്. അപ്പോൾ സൂക്ഷിക്കേണ്ടത് നാം മാത്രം. നമ്മുടെ മനസ്സിനെ നാം നിയന്ത്രിച്ചില്ല എങ്കിൽ, നമ്മുടെ പ്രവൃത്തിയെ നാം നിയന്ത്രിച്ചില്ല എങ്കിൽ അത് വൻ അപകടത്തിൽ തന്നെ ചെന്നെത്തും. ഏതൊരു കുടുംബത്തിൻ്റെയും നാശം അവർ മദ്യപിച്ച് വഷളായി ജീവിതത്തിനെ നശിപ്പിക്കുക എന്നതാണ്. ഈ നാശം അവർക്ക് മാത്രമല്ല അവരുടെ കുടുംബത്തെയും നശിപ്പിക്കുന്നുണ്ട്. എത്രയോ കുടുംബങ്ങളാണ് നല്ല രീതിയിൽ പോകുന്ന കുടുംബങ്ങൾ അവർ ചെറിയ ബാഡ് ഹാബിറ്റ്സുകളിലൊക്കെ ചേർന്ന് പെട്ട് ആകെ ദുരിതത്തിലും ദുഃഖത്തിലും ആവുന്നത്. അവരെ രക്ഷിക്കാൻ ഇന്നോളം ആർക്കും കഴിയുന്നില്ല എന്നത് വളരെ സത്യമായ കാര്യം. ഒരു തരത്തിലെ ഫാഷൻ കാണിച്ച് ജീവിതം നശിപ്പിക്കുന്നു, വേറൊരു തരത്തിലെ ലഹരികൾ ഉപയോഗിച്ച് ജീവിതം നശിപ്പിക്കുന്നു. ആർക്കും ഇതിൽ പങ്കില്ല. ആ നശിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മളുടെ കൂടെ ഒരുപാട് ആൾക്കാർ കാണുമെന്ന്. നമ്മളുടെ കൂടെ ആരും കാണില്ല. നമ്മളെ അമിതമായി സ്നേഹിക്കുന്ന വിരലുകളിൽ എണ്ണാവുന്ന അത്രയും ജനങ്ങൾ മാത്രമേ നമ്മളോടൊപ്പം കാണുകയുള്ളൂ. അത് മനസ്സിലാക്കാൻ ആർക്കും ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, ഒരുപാട് അവസരവും വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നാം തന്നെ അതിനെ തീരുമാനിച്ചെടുത്ത് ഉറപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമ്മൾക്ക് ഇതിൽ ഉയർച്ചയും അതുപോലെ ഭാഗ്യവും കിട്ടുകയുള്ളൂ. അടയ്ക്കേണ്ടത് അടയ്ക്കണം, തുറക്കേണ്ടത് തുറക്കണം, കളയേണ്ടത് കളയണം, എടുക്കേണ്ടത് എടുക്കണം. ഇത് ആർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവനവൻ തന്നെ അത് സ്വയം മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. ഈശ്വരൻ എന്ന വൻ ശക്തിയെ നമ്മൾ ചേർത്ത് പിടിക്കുമ്പോൾ എന്ത് വേണം എന്ത് വേണ്ട എന്ന് അനുഭവിച്ചറിയാനും മനസ്സിലാക്കുവാനും അത് തരം തിരിക്കുവാനുമുള്ള വിവേകം നമുക്ക് ഭഗവാൻ തന്നിരിക്കും. അതുകൊണ്ടാണ് തുടക്കം മുതലേ ഈശ്വരനാമങ്ങളിൽ ലയിക്കുക, ഈശ്വരനുമായിട്ട് ബന്ധം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. പ്രപഞ്ചത്തിലുള്ള ഏത് ശക്തിയെയും ഉൾക്കൊള്ളാനുള്ള കഴിവ് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. നാം വിചാരിക്കുന്നത് ഇതൊക്കെ
ഇതൊക്കെ വെറുതെ ഉള്ള ഒരു തോന്നലാണ്, മിഥ്യാബോധങ്ങളാണ് എന്നൊക്കെ ആയിരിക്കും വിചാരിച്ചു കൂട്ടുന്നത്. അതിലൊരർത്ഥവുമില്ല. നേടിയെടുക്കാൻ നമ്മളാൽ കഴിയുന്നത് ശ്രമിക്കണം. ശ്രമിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. മടിയൻ മല ചുമക്കും എന്ന് പറയുന്നത് വെറുതെയല്ല. ഒരിടത്തിരുന്ന് ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന അവസ്ഥ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അവസാനം അയാൾ വലിയ 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 ഭാരങ്ങൾ തന്നെ ചുമക്കേണ്ടി വരും. അതിനുള്ള ഇടം നാം വരുത്താതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ ശ്രദ്ധിക്കുക, ശ്രമിക്കുക. എല്ലാ ഭാഗ്യവും ഇതിലൂടെ നേടിയെടുക്കാൻ കഴിയും. ഈശ്വരന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല. ഭഗവാൻ എല്ലാ ഭാഗ്യവും തരും. നേടണം. എല്ലാവർക്കും അത് കിട്ടും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം. ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിനു മുൻപ് കേട്ട് കേൾവി പോലുമില്ല. കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ്. ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും. ഇത് പരമമായ സത്യമാണ്. അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി. ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതി അമ്മയിലൂടെ എത്തുന്നു.